ഏതോ അവിടെ ഇരിക്കുന്ന ഒരാള് നമ്മളെ പറ്റി അനാവശ്യം പറയുമ്പോൾ മാളവികയോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര വിരോധം, അല്ലെങ്കിൽ മറ്റൊരു സെലിബ്രിറ്റി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ചൊറിച്ചിൽ എന്നുള്ളത്. ഷാറുഖ് ഖാന് വരെ ഇവന് ഏതാന്നുള്ള രീതിയിൽ കമന്റ്സ് വരുന്ന ഒരു കാലമാണ്. ലാലേട്ടൻ അവിടെ വന്നിട്ട് സൈഡിൽ വന്നിട്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഹായ് ഓക്കെ താങ്ക് യു ലാലേട്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ഒരു സീൻ മൊത്തം എൻ്റെ മുമ്പിൽ ഒരു റെഡ് ഇതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വേണ്ടത്ര നിലയിലേക്ക് നല്ല കഥാപാത്രം കിട്ടിയില്ല എന്ന് അത് അവർക്ക് പ്രശ്നമില്ല, പിന്നെ ഇത് പ്രശ്നമാണോ? എനിക്ക് ആവശ്യത്തിൽ പ്രശ്നങ്ങളില്ല, ഇനി അവരുടെയും കൂടെ എടുക്കുക ഒരു കൂട്ടുകൂടിയിട്ട്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഞാൻ കുറേ ദിവസങ്ങളായി ഇങ്ങനെ തേടി നടക്കായത്, പിടുത്തം തരാതെ പോയി. പക്ഷെ ഇന്ന് നമ്മൾ ക്രൗൺ പ്ലാസയിൽ വെച്ച് പിടിച്ച്. മാളവിയ നമസ്കാരം. നമസ്കാരം. കുറേ ദിവസമായി നമ്മളിങ്ങനെ ഇന്റർവ്യൂ എടുക്കണമെന്ന് ആഗ്രഹിച്ചു. അതെ അതെ അതെ, ലാസ്റ്റ് പരിപാടിക്ക് കണ്ടപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പിന്നെ അവിടെ ഉണ്ടായില്ല. അപ്പോൾ പിന്നെ മസ്കറ്റ് അല്ലേ പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു. ഒത്തിരി പ്രോഗ്രാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇടയ്ക്ക് ഡാൻസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഡാൻസ് പ്രോഗ്രാം വരുമ്പോൾ ഐ എം ഹാപ്പി. അതല്ലേ, എല്ലാം മറന്ന് ഡാൻസ് ചെയ്യുക. ഓ യാ, ഡാൻസ് കേൾക്കുമ്പോഴും ഒരു വീക്ക്നെസ്. എന്തായാലും ഒരു ഭാഗ്യമുള്ള നടി എന്ന് പറയാനുള്ള കാരണം പല വിജയിച്ച സിനിമകളിലും ഒരു വേഷമാണെങ്കിലും ഉണ്ട് അല്ലേ? മമ്മൂക്കയുടെ കൂടെ ആണെങ്കിലും ലാലേട്ടൻ്റെ കൂടെ ആണെങ്കിലും ആ ഒരു ഭാഗ്യം. അതെ, തീർച്ചയായിട്ടും എനിക്കാണ് അതിൻ്റെ ഭാഗ്യം. കാരണം ഈ നല്ല നല്ല പടങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഭാഗ്യം എനിക്ക് തന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിരിക്കുന്ന ഏത് സിനിമയ്ക്കാണെന്നറിയില്ലേ? തീർച്ചയായിട്ടും Once Upon a Time in Kochi. നാദിർഷ ഡയറക്റ്റ് ചെയ്ത ഗംഭീര ഒരു സിനിമയാണ്. നമ്മൾ പ്രതീക്ഷ ഏറെ വെക്കുന്ന ഒരു സിനിമയാണ്. കാരണം പല ടൈമും ഈ സിനിമ റിലീസിങ് മാറ്റി വെച്ചെങ്കിൽ ഏത് സമയത്തും റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അതാണ് ഈ സബ്ജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ മാറ്റി പോകുമ്പോൾ നമുക്കൊരു അത്ഭുതം, ഇത് മാറ്റി വെച്ച് ഈ സമയത്ത് ഇറങ്ങേണ്ടതാണോ എന്നൊരു സംശയം. പക്ഷെ അങ്ങനെയില്ല, ആ സബ്ജക്റ്റ് എങ്ങനെയാണെന്നാണ് നാദിർഷക്ക പറഞ്ഞത്. എന്താണ് ഇതിലെ കഥാപാത്രം? അതെ, നാദിർഷക്ക പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് പടം കാണാൻ വരിക എല്ലാവരോടും എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. തീർച്ചയായിട്ടും അത് ശരിയാണ്. നമ്മൾ അങ്ങനെ വരിക ഒരു നമ്മളുടെ ഈ ഒരു റഷ് ലൈഫിൽ, അല്ലെങ്കിൽ ജോബും കാര്യങ്ങളും ഫാമിലിയും മഴയും അതൊക്കെ തുടങ്ങി അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഇടയിലും ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യുക എന്ന് വിചാരിക്കുമ്പോൾ ഒരു പടം കണ്ടാലോ എന്ന് തോന്നുകയാണെങ്കിൽ വന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അതിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ട്. നമുക്ക് ഫെമിലിയറായ ആർട്ടിസ്റ്റുകളാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഫി സാറിൻ്റെ മകനാണ്, മുബിനാണ് ഇതിൽ ഒരു പുതിയ ന്യൂ കമറായിട്ട് ഹീറോ ആയിട്ട് വന്നിട്ടുള്ളത്. ആളും അടിപൊളിയായിട്ടുണ്ട്, ക്യാരക്ടറും അടിപൊളിയാണ്. പിന്നെ ദേവിക ഉണ്ട്, അർജുന അശോകനുണ്ട്, പിന്നെ ഷൈൻ ടോം ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇപ്പം ഈ ഒരു സ്റ്റാർ കാസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രസമുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ എലമെന്റ്സും ഉള്ള ഒരു മൂവിയാണ്. ഫണ്ണുണ്ട്, നല്ല പാട്ടുകളുണ്ട്. പാട്ട് ഓൾറെഡി റിലീസ് ചെയ്തിരുന്നു. അതെ അതെ, നല്ലൊരു സോങ് ആയിരുന്നു അതും. പിന്നെ എല്ലാം കൊണ്ടും ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു രസമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ കയറിയ ഒരു ക്യാരക്ടറാണ് എൻ്റെയും, റസിയ എന്ന് പറഞ്ഞിട്ട്. സാധാരണ ഒരു പെൺകുട്ടി ഫാമിലിയിൽ എന്താ പറയുക, ആ കുട്ടിയുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ എല്ലാത്തിലും ഉപ്പയും സപ്പോർട്ട് ചെയ്യുകയും, മാരീഡാണ്. ഇപ്പോൾ മുബിൻ്റെ ക്യാരക്ടറിന് എന്താ പറയുക, അവനാവശ്യമുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ ഉള്ളൊരു ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടിയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എലമെൻറ്റ് എനിക്കും ചെയ്യാൻ പറ്റി. അപ്പോൾ അതെനിക്ക് നിങ്ങൾ മൂവി കണ്ടിട്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ മൂവി എന്ന് പറയൂ. അപ്പോൾ എനിക്കും പേഴ്സണലി ഒരു ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രമാണ്. ഈ പറഞ്ഞ പോലെ മുമ്പ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ പറഞ്ഞതിനേക്കാളും എനിക്ക് സ്ക്രീനിൽ ഞാനത് ചെയ്ത് കണ്ടപ്പോൾ മുമ്പ് തോന്നിയ പല ക്യാരക്ടേഴ്സിനും കുറച്ചും കൂടെ ഒന്ന് എന്തെങ്കിലും ചെയ്യായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു എന്ന് തോന്നിയ ഒരു എലമെൻ്റ് എനിക്ക് ഒരിത്തിരി സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നി കേട്ടോ. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി അല്ല, ബട്ട് പറഞ്ഞേക്കാളും നമ്മൾ കൂടുതൽ എന്ത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, ഹാവോ ഒരു രസമുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് ഡബ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ഡബ്ബിങ്ങിന് സ്പെഷ്യലി നമ്മളുടെ അസോസിയേറ്റ് സെലക്ട് ചേട്ടനും
നാദൃഷിക്കയും എല്ലാവരും. അപ്പോൾ മൂവി അടിപൊളിയായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാം ആ സിനിമ ഹിറ്റാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം സിനിമയാണല്ലോ, നമ്മളെല്ലാവരും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. ഈ സിനിമ ഹിറ്റാകട്ടെ, ഈ ക്യാരക്ടറിൻ്റെ ഈ വീട്ടിലുണ്ടാകുന്ന സംഭവമൊക്കെ സിനിമ തിയേറ്ററിൽ കണ്ടതിന് ശേഷം നമുക്ക് എങ്ങനെയാണെന്ന് തീരുമാനിക്കാം. അതാണ് എൻ്റെ സത്യം. ഒരു യാത്രയാണല്ലോ അല്ലേ, കുറേ നാളായി യാത്ര തുടങ്ങിയൊരു സിനിമയിലേക്കുള്ളല്ലേ. വേണ്ടത്ര നിലയിലേക്ക് നല്ല കഥാപാത്രം കിട്ടിയില്ല എന്ന്, വേണ്ട പോലെ എന്നെ ഉപയോഗിച്ചിട്ടില്ല സിനിമ പ്രവർത്തനം, അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ മാളവിക? വേണ്ട പോലെ തീർച്ചയായിട്ടും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴാണല്ലോ നമുക്കത് കാണിക്കാൻ പറ്റുക ഓൺ സ്ക്രീൻ. തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 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 ആഗ്രഹിക്കണോണ്ട് തെറ്റില്ലല്ലോ. നമുക്ക് ആഗ്രഹിക്കാൻ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, ഇന്ന ഫിലിമിൽ ചെയ്യണം എന്ന നല്ലപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മേ ബി ഇൻ ദി കമ്മിങ് ഇയേഴ്സിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹം കൂടി വിശ്വാസത്തിൽ വരുന്നു. സിനിമ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. സിനിമ യൂസ് ചെയ്യല്ലോ. അല്ല, മാളവിക എന്നൊരു ആക്ടറിന്, മാളവികയ്ക്ക് മാളവിയുടെ ഒരു കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് പല സിനിമകളും തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ലാലേട്ടൻ്റെ കൂടെ ആണെങ്കിലും മമ്മൂക്കായുടെ കൂടെ ഒക്കെ അഭിനയിച്ചപ്പോൾ പല കാര്യങ്ങളും തെളിയിച്ചിട്ടുണ്ട്. മാളവിയുടെ ഒരു വേഷമാണെങ്കിലും പ്രഷർ ഇറങ്ങി വരുമ്പോൾ കൊള്ളായിരുന്നു, മാളവിക കൊള്ളാമായിരുന്നു പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു ത്രൂ ഔട്ട് ആ പറഞ്ഞ ആൾക്കാർ തന്നെ അവര് വേറെയും ഒരു ലൈനും കൂടെ ആഡ് ചെയ്യും. ത്രൂ ഔട്ട് ആയിട്ടൊന്ന് കാണണം എനിക്ക് എന്നുള്ളൊരു ആഗ്രഹം കൂടെ അവർ പറയാം. ഇത് രസമുണ്ട്, ആ മൂവി ഓവറോളില് മാളവികയുടെ ചെയ്ത രസമുണ്ട്. ഇപ്പൊ പാപ്പനില് അല്ലെങ്കിൽ തങ്കമണി, ഇതെല്ലാം അവരെന്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പ്ലസ് അവർ ആഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്, അത് എന്റെയും കൂടെ ഒരു ആഗ്രഹം തന്നെയാണ് ഉള്ളില്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ആ ഫിലിമിൽ നമുക്ക് ഇങ്ങനെ രജിസ്റ്റർ ആവുന്ന രീതിയിൽ ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട്. അത് എനിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് ഇല്ലാത്ത എന്ന് എനിക്കറിയില്ല. മേ ബി എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഞാനും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ യെസ് എനിക്ക് തോന്നി അത് ഇത്രയും കൂടെ ഒന്ന് സ്പ്രെഡ് ആയിരുന്നെങ്കിൽ. ഷോട്ട് ഡൗൺ ചെയ്തിട്ടുള്ള പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ രീതിയേക്കാളും ആ സീൻ കട്ടായി, ഷൂട്ടിന് പോയിട്ട് ഇന്ന രീതിക്കാണ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു സീൻ മൊത്തം എൻ്റെ മുമ്പിൽ ഒരു റെഡ് ഇതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്താ ചെയ്യുക, ഡയറക്ടർ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഉടനെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാകണം. ഈ മാളവിക പറഞ്ഞ റെഡിൽ മാർക്ക് ചെയ്തു, അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. മാനസികമായിട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടും ആ സമയത്ത് അല്ലേ. ഇൻസൾട്ടിങ് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽഡ് കൂടിയാണല്ലോ. എല്ലാ ഫീൽഡിലും ഉണ്ട്, ഇല്ല എന്നല്ല, ഓരോരുത്തർക്കും ഓരോരോ. അതെ അതെ, പക്ഷെ ഒരു നമ്മള് ഭയങ്കര ആഗ്രഹിച്ചാണ് പോകുന്നത്. ആ കഥ കേട്ടിട്ട് ആ ഒരു സീൻ, ആ ഡയലോഗ് വരെ ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടായിരിക്കും പോവാ ചിലപ്പോൾ നമ്മളെ പോലെ ആളുകൾ. പക്ഷെ അവിടെ പോകുമ്പോൾ ഇൻസൾട്ടിങ് എന്ന് പറയുമ്പോൾ ആ സിനിമയിൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള പ്രിയം കുറയില്ലേ മാളവിക? ഈ പറഞ്ഞത് ഈ കട്ട് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ അവര് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, സിറ്റുവേഷൻ വൈസ് ചെയ്യുന്നതാ. മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല, അതും കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാത്തവരുണ്ട് കേട്ടോ. മാളവിക മോളെ അല്ലെങ്കിൽ ആ സീൻ അത് അവര് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറയണേ എന്ന് പറയുന്നവരുണ്ട്. അതെ, പറയുന്നവരുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുന്നു ഞാൻ, തീർച്ചയായിട്ടും. പക്ഷെ മറ്റേത് നമുക്ക് നിസ്സഹായാവസ്ഥയാണ് അവിടെ. എന്ത് ചെയ്യാനാ, നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ആ പടം. പിന്നെ നമ്മൾ പറഞ്ഞൊരു വാക്ക് മാറ്റൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ജോയിൻ ചെയ്തു, എനിക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് പോവാം. പക്ഷെ അപ്പോഴും മമ്മൂക്ക പറയുന്ന പോലെ സിനിമയ്ക്ക് തന്നെ ആവശ്യമില്ല, സിനിമയ്ക്ക് മാളവിക എന്തിനാ, വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ടാവും. അപ്പോഴും എനിക്കാണല്ലോ ക്യാരക്ടേഴ്സ് ആവശ്യം. ആ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ കൂടെ പറയുന്നുണ്ടായിരുന്നു, ഇന്ന ഹീറോ ആണ് എന്ന് ഉറപ്പിച്ചിട്ട് തലേ ദിവസം ആ ഹീറോ അല്ല, ആ ഹീറോനെ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അന്തം വിട്ടിക്കുക. ആ ഒരു റീസൺ, ആ ഒരു പടത്തിൽ വേറെ ഒന്നുമില്ല, ആ ഒരു റീസൺ കേട്ടുകൊണ്ട് മാത്രം ഞാൻ കമ്മിറ്റ് ചെയ്തൊരു മൂവി കൂടെയാണ്. അപ്പൊ അത് അവസാനം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കാലം മുമ്പ്. അപ്പൊ അന്നൊന്നും എന്താണ് ഈ ടീമിന്റെ അടുത്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മളാകെ കൺഫ്യൂസ്ഡാ. അയ്യോ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ, ഉള്ള ആളും ഒഴിഞ്ഞു. അപ്പോ ഈ മൂവിന്റെ എങ്ങനെയാണ് ഉണ്ടാവുക, ഇറങ്ങോ,
അല്ലെങ്കിൽ എനിക്ക് നോ പറയാൻ പറ്റുമോ ഈ പടത്തിന്, ഞാൻ അതുകൊണ്ടാണല്ലോ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞത് എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കടന്നു വന്നു. ഓരോ ലേണിങ്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കമ്മിങ് ബാക്ക് ടു അങ്ങനെ ഒരു ക്യാരക്ടറും സിനിമയും എനിക്ക് ഉടനെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും മാളവിക ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്. അതിന്റെ ഉദാഹരണം തന്നെ പറയും, ഇഷ്ടം പോലെ പ്രേക്ഷകരുണ്ട്. മാളവിക ഒരു ഇനാഗ്രേഷൻ പോയാലും മാളവിയെ കാണാനാണ് അവിടെ വരുന്നത്. അത് പ്രേക്ഷകരുടെ ഇഷ്ടം കൊണ്ട് വരുന്നതാണ്. അത്രയും പ്രേക്ഷകർ മാളവിക നല്ല കഥാപാത്രം ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത്ര ഒരു കഥാപാത്രം മാളവികയെ തേടി വരും. മാളവിക വരട്ടെ, അതിനൊന്നും ഒരു സംശയമില്ല. അത് മാളവിക ഇത്രയും നാളുകളായിട്ട് സിനിമ മേലും നമ്മൾ ആരെയും കൈപിടിച്ച് വന്നതൊന്നുമല്ല. അല്ല, അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു മൂവി വന്നാലും ആരെങ്കിലും ഉണ്ടോ റെഫർ ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇല്ല, അങ്ങനെ ആരുമില്ല. കാരണം അങ്ങനെ ആരുമില്ല. എനിക്കൊരു മെൻറ്ററോ അങ്ങനെ അല്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരുള്ള ഒരു പരിചയം എന്നല്ലാതെ വേറൊരാളില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇന്നൊരു ഗ്രൂപ്പിലില്ല. അപ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസും ഉണ്ട്. എന്നാൽ സ്റ്റിൽ ബീങ് ഇൻ ദ ലൈം ലൈറ്റ്, അതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതെന്തോ ഒരു ഭാഗ്യം. ഗോഡ് ഇസ് സ്റ്റിൽ വിത്ത് മീ, സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഇതുകൊണ്ട്. ഈ മനഃപൂർവ്വം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നേരത്തെ മനഃപൂർവ്വം തന്നെ വേണ്ട എന്ന് വെക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാളവികയെ സംബന്ധിച്ച് നമുക്കൊന്ന് പറയാൻ പോലും, എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചതെന്ന് ചോദിക്കാൻ പോലും മാളവിക അവിടെ ഒന്നും ചോദിക്കാതെ മാളവിക മാറി നിൽക്കുന്നത് ഈ സീനിൽ നിന്നും കൂടെ എന്നെ ഒഴിവാക്കുമെന്നൊരു ഭയപ്പാടുണ്ടാകാറുണ്ടോ? എൻ്റെ ക്യാരക്ടർ വൈസ് ഞാൻ നാച്ചുറലി അങ്ങനെയാണ്, ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഇതിപ്പോൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളായതുകൊണ്ട് ചോദിക്കുമ്പോൾ ഒരു 7-8 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിടോ ഒറ്റ വാക്കിൽ ഉത്തരം പറയരുതെന്ന്, അല്ലെങ്കിൽ എന്നെ അറിയുന്നവർ പറയും. കാരണം ഞാൻ അങ്ങനെ ഒരാളാണ്. എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സുഖമാണ്, സുഖം. പിന്നെ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഞാൻ 100 കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും. അതിപ്പോഴും ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഐ എം ബേസിക്കലി ആൻ ഇൻട്രോവേർട്ട്. അത് എന്നും ഉണ്ട്, പല സിറ്റുവേഷൻസിൽ അത് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ചെന്ന് അങ്ങോട്ട് മിങ്കിൾ ചെയ്ത് ഭയങ്കര അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എൻ്റെതായ ഒരു കംഫർട്ടും എല്ലാം അനുസരിച്ച്. അപ്പോൾ അത് തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിൽ എനിക്ക് എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. ലൈക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എനിക്കുള്ളത് ബേസിക് കാര്യങ്ങൾ കൂടെ ഞാൻ ചോദിക്കാൻ മടിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർ ഷൂട്ട് ചെയ്ത് നടക്കുക, ഇതിൻ്റെ ഇടയിൽ അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ കൂടെ വീട്ടിൽ നിന്ന് ഒരാളുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് 100 തവണ പറയും, പക്ഷെ ഇല്ല, അല്ലെങ്കിൽ അത് കിട്ടില്ല, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കലുണ്ടാവില്ല, അല്ലെങ്കിൽ പുറത്ത് പോക്കുണ്ടാവില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരാൾ ഇതെന്തുകൊണ്ട് കട്ട് ചെയ്തു, എനിക്ക് ഇനി ഉണ്ടോ ഡയലോഗ്സ് അല്ലെങ്കിൽ സീൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ഒരിക്കലും ചോദിക്കില്ല. അപ്പോൾ എന്താ പറയുക, അവർ തരുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ചോദിച്ചത് ശരിയാണ്, ഇനിയുള്ളത് അത് ബാക്കിയുള്ളത് എന്താണ് അവസ്ഥ, ബാക്കിയുള്ള ക്യാരക്ടർ പറഞ്ഞതുണ്ടാവുമോ? അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, ഓക്കെ നമുക്ക് എന്തായാലും ചെയ്യാം, എന്തായാലും വിളിച്ചതാണല്ലോ ക്യാരക്ടർ, പടം വരുമ്പോൾ അറിയാം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പടം അല്ലെങ്കിൽ ഇപ്പോൾ തങ്കമണി എന്ന് പറഞ്ഞ മൂവി, അതിലൊക്കെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായിരുന്നു. ഇപ്പോൾ നേരത്തെ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നാദിഷൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് പല രീതിയിലും പലരും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്ത എൻ്റെ പെർസ്പെക്ഷനിലൂടെ ആയിരിക്കും ആ മൂവി. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ കുറേ സീൻസ് ഉണ്ടെന്ന് തോന്നുന്നു, നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഓവറോൾ സ്ക്രിപ്റ്റ് നമ്മൾ അപ്പുറത്ത് കേൾക്കുന്നില്ല, ആ സ്ക്രിപ്റ്റിലൊരു ഭാഗമാണ് നമ്മളുടെ. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്നു, ബാക്കി മാളവികയ്ക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ സിനിമാ മേഖലയിൽ നിന്നും, ഇങ്ങനെ ഒരു ഇൻസൾട്ടിംഗ് ഉണ്ട്, ഏറ്റവും വിഷമം തോന്നിയ ഒരു സാഹചര്യം ഏതായിരിക്കും? വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ഏറ്റവും വിഷമം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ട്രാജഡി പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞെല്ലാം ഉറപ്പിച്ചിട്ട് പിന്നെ പലരുടെയും ഇൻഫ്ലുവൻസും പ്രിഫറൻസിലൂടെയും നമ്മൾ മാറ്റപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയിട്ട്, ഈവൻ മൂവിക്ക് ഓക്കെ പറഞ്ഞ്, ഷൂട്ട് ഓക്കെ പറഞ്ഞ്, നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു, നാളെ മുതൽ ഷൂട്ട്. അപ്പം നാളെ കാലത്ത് ചേട്ടാ വണ്ടി വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതായത് ഇന്നലെ പറഞ്ഞിരുന്നു നാളെ ഇന്ന സമയത്ത് 9 മണിക്ക് വണ്ടി വരും. അപ്പം നമ്മൾ ഒബ്വിയസ്ലി കാത്തിരിക്കുമല്ലോ, പാക്കൊക്കെ ചെയ്തിരുന്നു. കാലത്ത് വിളിക്കുമ്പോൾ പറഞ്ഞു അത് വേറൊരു റീസൺ കൊണ്ട് അവർ മാറ്റപ്പെടേണ്ടി വന്നു മോളെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം എഗെയിൻ നമുക്ക് നല്ലൊരു മൂവി, നല്ലൊരു ക്യാരക്ടറാണ്. അപ്പം അത് അങ്ങനെ മിസ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അനാവശ്യമായിട്ട് പല നമുക്ക് പിന്നെ നോക്കും അത് കഴിഞ്ഞു കേട്ടോ. ഇതുപോലെ തന്നെ വേറൊരു സംഭവം നമുക്ക്
ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമല്ല, ഒരു ഉള്ളത് പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ പറയും, ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. എന്നെ പറ്റി ഉള്ളതാണോ നിങ്ങൾ പറയുന്നത്, ഐ എം റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ അല്ലാതെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല, അതൊന്നും ഇക്കാലത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്പുറത്ത് പറയണ്ട, അതൊന്നും ബോധേഡ് അല്ല. പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയുന്നു എന്ന് മാത്രം. അങ്ങനെ അല്ലാതെ ഒരു ട്രാജിക് ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ മാളവികയെ സംബന്ധിച്ചിടത്തോളം പല സ്റ്റേജുകളിലാണ് ഇപ്പോൾ അല്ലെ, ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഉദ്ഘാടനങ്ങളുമായിട്ടാണ് മാളവിക മുന്നേറുന്നത്. മാളവികയുടെ ആ ഒരു യാത്ര ഒന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു? ഉദ്ഘാടനങ്ങൾ പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോൾ ആണ് ആ ഉദ്ഘാടന വേദിയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്, ഇന്ത്യക്ക് പുറത്തു വരെയാണ് ഉദ്ഘാടനവുമായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു യാത്ര തുടരാമെന്ന് വിചാരിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ ചെയ്തിരുന്നു, പക്ഷെ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയ വളർന്നപ്പോഴാണ് അത് കൂടുതലായിട്ട് പുറത്തേക്ക് അറിയാൻ തുടങ്ങിയതെന്ന് മാത്രം. ഞാനിപ്പോഴല്ല തുടങ്ങിയത്, ലൈക്ക് അതായത് ഒരുപാട് കാലം മുമ്പേന്നും അല്ല ഞാൻ പറയുന്നത്. മേ ബി ഒരു ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയ സോഷ്യൽ സർവീസും കാര്യങ്ങളായിട്ട് പലതും ഫ്രീ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അന്നൊന്നും നമുക്ക് അറിയില്ല. അന്ന് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ കെയിമായിട്ട് ഇങ്ങനെ നടത്തിയിട്ടില്ല എന്ന് മാത്രം. ഉണ്ട് ജസ്റ്റ് ഇത് കട്ട് ചെയ്താൽ മതി എന്ന് പറയും. ഓക്കെ ശരി, പോയി ചെടി നട്ടിട്ട് വരാം, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് വരാം, റോഡിന് വേണ്ടി അത് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഈ സോഷ്യൽ മീഡിയ ഇല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട്, അത് അവിടെ നടക്കുന്നു. ജസ്റ്റ് ഒരു പ്രൊഫൈൽ അത്ര തന്നെ. പക്ഷെ ഇപ്പൊ ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ ഇത്രയും മീഡിയാസ് വരുന്നതും അന്ന് അത് അത്ര ഉണ്ടായിരുന്നില്ല. അന്നെന്ന് പറയുന്നത് മേ ബി ഒരു 7 years ബിഫോർ അന്നും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഇതിന്റെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് ഇത്ര എല്ലാവരും അറിയുന്നതും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ആ ഷോപ്പിൽ അവർ അറേഞ്ച് ചെയ്യുന്ന ക്യാമറ, അവർ അറേഞ്ച് ചെയ്യുന്ന പാട്ട്, ഡാൻസ്, അപ്പൊ അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന മേ ബി അവർ അടുത്ത ഫംഗ്ഷൻ വരുമ്പോഴോ, അല്ലെങ്കിൽ അവർ ടി വിയിലിട്ട് കാണുമ്പോഴോ, സീരിയലിട്ട് കാണുമ്പോഴോ, ലാബിലിട്ട് കാണുമ്പോഴോ ആയിരിക്കും. അത് പുറത്തേക്ക് വരല് വെരി റെയർ ആണ്. അതൊക്കെ ഇപ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും അതാവുമ്പോ എളുപ്പമായിരിക്കും. ബാക്കിയുള്ളവരുടെ എന്ന് പറയുമ്പോൾ ഇപ്പോ മേ ബി ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും മീഡിയാസ് വരുന്നതും. അല്ല, മാളവിക എവിടെ ഉൾക്കാറെന്ന് നോക്കിയിരിക്കുകയാണ് മീഡിയാസ്, അവിടെ വരുന്നുണ്ട്. ആ ഒരു റൂട്ടിലേക്ക് എത്തി മാളവിക. അത് മാളവികയോടുള്ള ഇഷ്ടം കൊണ്ട്, മാളവികയുടെ കണ്ടന്റ് അവർക്ക് ആവശ്യമായത് കൊണ്ടുമാണ് വരുന്നത്. ഇതൊന്നും എന്റെ പ്രൊഫൈലിലും അല്ല വരുന്നത്. അതാണ് ഏറ്റവും രസം. പലരും എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഇട്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ പറയും. അപ്പോൾ ഒബ്വിയസ്ലി വരുന്ന മീഡിയാസ് ആണ് അത് പോസ്റ്റ് ചെയ്യുന്നത്, അത് പിന്നെ സ്പ്രെഡ് ആവുന്നു. അതെ അതെ. ഈ മാറ്റി നിർത്തപ്പെട്ട കഥകൾ പറഞ്ഞപ്പം നമുക്കൊരു തിരിച്ചു വ്യത്യാസം, ഒരു ലൊക്കേഷൻ നമ്മുടെ ഒരു താമസത്തിന് ഒരു വ്യത്യാസം അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവുമല്ലോ മാളവികയുടെ ഒരു യാത്രയിൽ? ചെറിയ രീതിക്ക്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. അത് ഞാൻ മാക്സിമം ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അതായത് നമ്മുടെ അടുത്ത് എങ്ങനെ പെരുമാറിയാലും, എങ്ങനെയെന്നല്ല, ബട്ട് ഒരാൾ, എൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെസ്പെക്ട് ചെയ്യും ഏതൊരാളെയും. അപ്പുറത്തുള്ള ഏതൊരാൾ വന്നാലും, എത്ര താന്നാലും എത്ര വലുതായാലും ഐ വിൽ റെസ്പെക്ട്. ഒരു ബേസിക് നേച്ചർ റെസ്പെക്ട് ഉണ്ടാവും, ആ ഒരു ഇതുണ്ടാവും. പിന്നെ ഇറ്റ് ഡിപ്പെൻസ് അവർ നമ്മളുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് ഡോണ്ട് ഡു എനി ഹാം, കുഴപ്പമില്ല, നന്നായിരിക്കും, ഞാൻ നന്നായിരിക്കും. അല്ല നിങ്ങളായിട്ട് എന്തെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുകയാണോ, ഞാൻ അങ്ങോട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നുമില്ല, ഞാൻ അവിടെ ഒരു ക്രോസ് ഇടും, ഞാൻ ബാക്കിലേക്ക് നീങ്ങും, പിന്നെ വേറെ ഒരു കോണ്ടാക്റ്റും വേണ്ട എന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ ചോദിച്ചത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് വിഷമം തോന്നും, അത് നല്ലപോലെ വിഷമം തോന്നും. പക്ഷേ ഈ ആക്സെപ്റ്റ് അപ്പോഴും അവരുടെ സൈഡിൽ നിന്നും ഞാൻ ആലോചിക്കും, ഈ കാണിക്കുന്ന ആളല്ല ആക്ച്വലി ബിഗ് സ്റ്റാർസോ അവരവരോ ഒന്നും അല്ല ഇതൊന്നും കാണിക്കുന്നത്, ഇടയിൽ നിൽക്കുന്നവർക്കാണ് ഈ പ്രശ്നം. അവരെ എന്തൊക്കെയോ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാനും കുറച്ച് കാലങ്ങളായിട്ട് ഫിലിമിൽ നിൽക്കുന്നു, ഓരോ പ്രോഗ്രാംസ്, ഇപ്പം മമ്മൂക്കയിലും ലാലേട്ടനായാലും പല ബിഗ് സ്റ്റാർസിനെയും കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മളുടെ അടുത്ത് നേരിട്ടൊന്നും അങ്ങനെ ഒരു വേർതിരിവോ ഒന്നുമില്ല. ഇവരൊക്കെ ഹ്യൂമർ അടിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഈ പ്രായത്തിലും യങ് ആയിട്ടും. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ പിന്നെ എവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത്? ഇടയിൽ നിൽക്കുന്നവർക്ക്. അപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുമ്പോൾ ഭാഗ്യവശാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറികടന്ന് എനിക്കിപ്പോൾ ആ ഒരു ഇത് കിട്ടുന്ന, ആ ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന രീതിയിൽ എനിക്കിപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഐ ആം ഹാപ്പി.
പിന്നെ ബാക്കിയുള്ളൊന്നും പറയണമെന്ന് അധികം താല്പര്യപ്പെടുന്നില്ല. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ എല്ലാം അനുഭവിച്ചു വന്നതാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഇതിപ്പോ എൻ്റെ അടുത്ത് ചോദിച്ച സ്ഥിതിക്ക് ഇത് ഞാനൊരു നമ്മളുടെ ഫിലിമില് വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കോ ആക്ടേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോ ഈ വലിയ ആൾക്കാരായി നിൽക്കുന്ന ആൾക്കാർക്കും പഴയ കാലഘട്ടങ്ങളിൽ പലതും അനുഭവിച്ചിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊന്നും എനിക്ക് അത് എടുത്തു പറയണമെന്നൊന്നുമില്ല, ലൈക്ക് ഇപ്പൊ ഞാൻ പോയതോ എന്താണെന്നുള്ളതൊന്നും. പക്ഷെ ആരുടെയൊക്കെ സ്പീച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു അതല്ലാതെ നമുക്ക് കുറച്ച് സൗകര്യത്തിലാണ് നമ്മളിപ്പോ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവരും വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ നൈസ്. അത്രയും കടമ്പകൾ കടക്കാണ്ട് നമുക്ക് എന്തോ ഒരു ഭാഗ്യവശാൽ നമ്മളെ ഈശ്വരൻ ഈ ഒരു ഫീൽഡിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ മാളവിക എങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ ഒരു സന്തോഷം, ഭാഗ്യം. പിന്നെ ബാക്കി വരുന്നതൊക്കെ പാർട്ട് ഓഫ് ലൈഫ് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു അപ്പ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ട്, സന്തോഷം ഉണ്ടെങ്കിൽ സങ്കടം ഉണ്ടാവും, നാച്ചുറലാണ്. ഒരു നല്ല ഉണ്ടെങ്കിൽ ഒരു മോശം ഉണ്ടാവും. എല്ലാവരും ഒരിക്കലും നല്ലതല്ലല്ലോ. ഏതൊരു നല്ല ആളിലും ഒരു മോശമുണ്ട്, ഏതൊരു മോശം ആളിലും ഞാൻ നല്ലത് കാണുന്ന ഒരാൾ കൂടിയാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ കാണിക്കുന്നവർ അവർ കാണിക്കട്ടെ എന്താണെങ്കിലും, ഒരിക്കലും നിർത്താൻ പറ്റില്ല. ഇല്ല, നമ്മളെങ്ങനെയോ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, മാറാണ്ടിരിക്കുക, ആർക്കും വേണ്ടി മാറാണ്ടിരിക്കുക എന്നുള്ളൊരു ഇത് വിചാരിച്ച് പോകുന്നു. ഇപ്പം ഈ ഫോട്ടോസ് ആണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഫോട്ടോസ് ആണെങ്കിലും ഒത്തിരി രീതിക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഫോട്ടോസ് ആണെങ്കിൽ റീൽസ് ആണെങ്കിൽ ഒത്തിരി രീതിക്ക് ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. കമന്റുകൾ നോക്കുവാണെങ്കിൽ ഒത്തിരി ചർച്ച ചെയ്യുന്നു. എന്താണ് ഈ കുട്ടി ഇങ്ങനത്തെ പോസ്റ്റ് ചെയ്യുന്നത്, എന്താണ് ഇങ്ങനത്തെ ഡ്രസ്സിങ് രീതി. അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ്, അതിന് യാതൊരു മാറ്റമാണ്. നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ വീട്ടുകാർക്കില്ലാത്ത ദുഃഖം മറ്റാർക്കും വേണ്ട. അതാണ് എൻ്റെ ഏറ്റവും വലിയ മറുപടി. നമ്മുടെ വീട്ടുകാർക്കില്ലാത്ത ദുഃഖം വേറെ ആർക്കാണ്? ആ ഒരു ചോദ്യം ഇട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. അതെ, അതൊരു അങ്ങനെ വന്നു ചെയ്യുമ്പം ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടു കഴിയുമ്പോൾ പല കമന്റുകളും വരാറുണ്ട്. അതൊക്കെ പല കമന്റുകളൊന്നും വായിക്കാറില്ല, മറുപടി കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അതൊക്കെ കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ടെന്നും എനിക്കറിയാം. സ്വാഭാവികമാണ്, ആർക്കും, എനിക്കും സ്വാഭാവികമായിട്ട് തോന്നാറുണ്ട്. എനിക്കും ദൂരം കമന്റുകൾ അവനെ ഒന്ന് നോക്കി തന്നെ നമുക്ക് ഇല്ല, നമ്മൾ ഒന്നും കൂടെ ഒന്ന് ധൈര്യം സംഭവിക്കും അല്ലേ ഇനീഷ്യൽ ടൈമിൽ കേട്ടോ. ആദ്യമൊക്കെ ഈ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു അതിനെ പറ്റി ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊള്ളും, ഉള്ളത് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, ഞാനും സപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ അങ്ങനെയാന്ന് പറഞ്ഞിട്ട് എന്നുള്ളൊരു ആളാണ് ഞാൻ. ആദ്യമൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് ഓണായി തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ ഒക്കെ കമൻസ് കാണുമ്പോൾ അയ്യോ ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്നുള്ള രീതിയിലായിരുന്നു. അന്നൊക്കെ മെജോറിറ്റി കുറവായിരുന്നു കേട്ടോ കമൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരാൾക്കല്ല, അവർക്ക് ഇടണമെന്ന് തോന്നി ഏത് ഫേമസ് ആൾക്കും, ഏത് ഷാറുഖ് ഖാന് വരെ ഇവന് ഏതാന്നുള്ള രീതിയിൽ കമന്റ്സ് വരുന്ന ഒരു കാലമാണ്, ചെയ്തിട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ അത് ബോധർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് നമ്മളെ പരിചയമില്ലാത്ത, നമ്മളെ ഒന്നും അറിയാത്ത, ക്യാരക്ടർ വൈസ് എങ്ങനെയാണെന്നൊന്നും അറിയാത്ത ഏതോ അവിടെ ഇരിക്കുന്ന ഒരാൾ നമ്മളെ പറ്റി അനാവശ്യം പറയുമ്പോൾ അത് നമ്മൾ വായിച്ച ഹേർട്ടാവേണ്ട കാര്യം എന്താ? നമ്മളുടെ ഫാമിലി, നമ്മളുടെ വീട്ടിലെ 4 ആൾക്കാർ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളെ പറ്റി പറയുകയാണ്, ഇങ്ങനെ കേട്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഐ ഹാവ് എ വാലിഡ് റീസൺ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ. അല്ലടി അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇത് എനിക്ക് ചെന്ന് പറയാനോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പ് ഇവരെയൊക്കെ പറയുന്നതൊക്കെ ചേഞ്ച് ചെയ്യിക്കാനോ എനിക്ക് പറ്റില്ല. കമൻസ് ഞാൻ നോക്കാറില്ല, കമൻസ് കൊടുത്തിട്ടുണ്ട് തിരിച്ച്. അത്രയും അൺസൈക്കബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം മേ ബി എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഉണ്ടാക്കും. എന്തെങ്കിലും പറഞ്ഞ ഒരൊറ്റ വാക്കായിരിക്കും പറയാം, പിന്നെ അവരാലോചിക്കേണ്ട അടുത്ത് എന്തെങ്കിലും പറയണം എന്നുള്ള രീതിയിൽ പറയാറില്ല. അങ്ങനെ സിറ്റുവേഷൻസ് വരുത്താറില്ല ഞാൻ. അപ്പോൾ മാക്സിമം ഞാൻ ബോധേഡ് അല്ല. അങ്ങനെ ഒരു കമന്റ് കൊടുക്കണമെന്ന് തീരുമാനിച്ച കമന്റ് അത്രയും മനസ്സിന് ആഴത്തിൽ ദുഃഖം വന്നപ്പോഴായിരിക്കുമല്ലോ അല്ലേ? അതെ, അല്ലാണ്ട് നിസ്സാരം. അവർക്ക് അറ്റൻഷന് വേണ്ടിയിട്ട് പലരും ഇപ്പോഴും കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവർക്കും, എനിക്കെന്നല്ല. അപ്പോൾ അതിനൊന്നും ചുമ്മാ ബോധേഡായിട്ട് നിൽക്കാറില്ല. പിന്നെ ഇതൊരു ഗ്യാങ് പോലെ ഇറങ്ങിക്കാൻ തോന്നാറുണ്ട്. സ്പെഷ്യലി എനിക്ക് എടുത്ത് പറയേണ്ട, മേ ബി ഞാൻ ഏതെങ്കിലും ഒരു വർക്കിൻ്റെ ഒക്കെ പോസ്റ്റ് ഇടുമ്പോഴോ, ഇപ്പോൾ ഇനോഗ്രേഷൻ്റെ ഏതെങ്കിലും നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അവരുടെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു അതിൻ്റെ ഇടയിലായിരിക്കും ഏറ്റവും കമൻസ് വന്ന് വരിക എന്തോ. എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ചെന്ന് ചോദിച്ചിട്ടുമുണ്ട്. അതായത് ഈ കമൻറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ കാണുന്ന തലയും പ്രൊഫൈലും ഫോട്ടോസൊക്കെ ഉള്ള ഒരാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നേരിട്ട് അല്ല ഓൺ
അവര് കമന്റ് ചെയ്ത് ആ പ്രൊഫൈലിൽ ചെന്ന് ചോദിച്ചു, മാളവിക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ പലരുടെയും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇല്ല എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അറ്റൻഷൻ കിട്ടും, കുറച്ച് ലൈക്ക് കിട്ടും എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. പിന്നെ എന്തോ ഒന്നുണ്ടായിരുന്നല്ലോ, വേറൊരുത്തൻ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്ത് കണ്ടു, അല്ലെങ്കിൽ വേറൊരുത്തൻ ഇങ്ങനെ പറയുന്നത് കേട്ടു, അപ്പൊ പിന്നെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്താ. മാളവിക എനിക്ക് പേഴ്സണലി അറിയൊന്നുമില്ല, മേ ബി നല്ല കുട്ടിയായിരിക്കും. സി ഓരോരുത്തരുടെ വ്യൂ ആണ്. അപ്പൊ അവരെന്തിനാ വന്ന് കമന്റ് ചെയ്യണേ, അവർക്ക് തന്നെ അറിയില്ല. പിന്നെ കുറെ പേരുണ്ട് കേട്ടോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാര്. ചിലപ്പോൾ ചിലത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോ അവരുടെ വീട്ടില് അല്ലെങ്കിൽ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട്, വേറെ മോസ്റ്റ്ലി പണിയില്ലാത്തവരാണല്ലോ ഇത് ചെയ്യണായിരുന്നു. അപ്പൊ പണിയുള്ള ഒരാളാണെങ്കിൽ നമ്മളിരുന്ന് കുത്തിയിരുന്ന് കമന്റ് ചെയ്യൂ, ഇല്ലല്ലോ. അപ്പോ അങ്ങനെയുള്ളവരുടെ കമന്റ്സ് നോക്കി നമ്മൾ വിഷമിക്കേണ്ട എന്താ കാര്യം? വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും നമ്മൾ പറയണമെങ്കിൽ, നീ ചെയ്തത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് തിരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കണം, തീർച്ചയായിട്ടും. മറ്റുള്ളവരുടെ കാര്യത്തിൽ തിരുത്താൻ നിൽക്കേണ്ട. പിന്നെ ഇപ്പോൾ ഡ്രസ്സിന്റെയും കാര്യങ്ങളും ചോദിച്ചു. കണ്ടിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു പബ്ലിക് ഫിഗർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്നുള്ളൊരു ലേബിള് നമ്മളെ പോലെയുള്ള പലർക്കും ഉള്ളതുകൊണ്ടാണ് ഇത്രയും എഫക്റ്റഡ് ആയിട്ട് വരണേന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളെപ്പോലെ സാധാരണ കുട്ടികൾ തന്നെ കൊച്ചിയിലും ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ അണിയുന്നൊരു ജനറേഷൻ ആണത്. അപ്പോ അത് അവർക്ക് കാണുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇത് കാണുമ്പോൾ എങ്ങനെയാ പ്രശ്നം ഉണ്ടാവുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവില്ല അവിടുത്തെ ലോജിക്ക് എന്താണ്. ഒരു പക്ഷെ നമ്മളെക്കാളും അടിപൊളിയായിട്ട് സുന്ദരി സുന്ദരന്മാര് സ്റ്റൈലിഷ് ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട്. അത് അവർക്ക് പ്രശ്നമില്ല, പിന്നെ ഇത് പ്രശ്നമാണോ? അപ്പൊ അതൊന്നും ഞാൻ ഡീപ്പായിട്ട് ചിന്തിക്കാറില്ല. ഈ പറഞ്ഞ പോലെ എന്റെ വീട്ടില് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു പ്രശ്നമല്ലെങ്കിൽ ഇവർക്ക് എന്താണ് പ്രശ്നം? അവരോട് തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥനാണ്, അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് നമ്മുടെ യാത്രയിൽ ചെയ്യേണ്ടത്. എനിക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് തോന്നിയിട്ടില്ല, ലോജിക് ഇല്ല ചോദിക്കുന്നതില്. അതെ. വീട്ടിലെങ്ങനെയാണ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ വീട്ടുകാർ ഒക്കെ അവരും ഒത്തിരി വിഷമിക്കുന്നുണ്ടാവുമല്ലോ. അവർക്കാണ് എഫക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ കമന്റ്സ് ഒക്കെ കേൾക്കുന്നേ, അവരങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലാതെ ഞാനായിട്ട് പോയി ചെക്ക് ചെയ്യലോ ഒന്നുമില്ല. വീട്ടില് ഒബ്വിയസ്ലി വിഷമാവും, അവരവരുടെ കുട്ടിയെ പറയുമ്പോൾ ആർക്കായാലും വിഷമാവുമല്ലോ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലായാലും അതന്നെയല്ലേ അവസ്ഥ. അപ്പൊ പറയാറുണ്ട്, പക്ഷെ അവരും ആ സമയത്ത് എന്തെങ്കിലും അതിനെപ്പറ്റി പറയുന്നല്ലാതെ പിന്നെ ഞാൻ പറയും, എന്തിനാ വായിക്കാൻ പോണേ, എന്തിനാ ഇതൊക്കെ കേൾക്കാൻ പോണേന്ന് ഞാൻ ചോദിക്കും. അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, നോക്കുകയും ചെയ്യരുത്, അതൊന്നും ബോധറാവണമെന്നാണ് ഞാൻ പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറയും. ഞാൻ അല്ല, പക്ഷെ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് അതേ ആളുടെ അടുത്ത് നമ്മൾ ചെന്ന് പലരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് സീരിയസ്ലി ഇത് വല്ല ഗാങ്സ്റ്റർ വല്ല ടീം പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഗ്യാങ് ആണോ അതോ ഒരു റിയൽ ആയിട്ട് കമന്റ് ചെയ്യണാണോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേ എന്നുള്ളത്. ഇത്രയും നെഗറ്റീവ് കമന്റ്സ് എന്തുകൊണ്ടാണ്, മാളവികയോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര വിരോധം, അല്ലെങ്കിൽ മറ്റൊരു സെലിബ്രിറ്റി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ചൊറിച്ചിൽ എന്നുള്ളത്. പലർക്കും ഒരു റീസൺ ഇല്ലാത്ത ഒരു കാര്യങ്ങളാ പറയുക. അപ്പൊ നമ്മൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കും, ഓഹോ എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രേ ഉള്ളൂ. ഇവര് മീഡിയയില് കുറച്ച് ഫേമസ് ആവണം, അല്ലെങ്കിൽ എന്തോ ഒരു ചൊറിച്ചിൽ. ഏതിനോ റിപ്ലൈ കൊടുത്തപ്പോ അവര് ഓൾറെഡി പറഞ്ഞു, അതിന് നമ്മൾ റിപ്ലൈ കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് കമന്റ് ഒരു സെഗ്മെന്റ് കഴിഞ്ഞു കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട്. അപ്പൊ ആദ്യം കമന്റ് ചെയ്തവൻ ചോദിക്കുക, എന്റെ അടുത്ത് ചൊറിയാ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങോട്ട് കമന്റ് ചെയ്തിട്ട് ആലോചിച്ചു. അപ്പോ അപ്പുറത്ത് പറയുന്ന ആൾക്കെങ്കിലും പറയുന്ന ആൾക്കാരോട് കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വേറെ പണിയില്ലാത്തോണ്ടാണ്. അതെ, മെയിൻ ഫസ്റ്റ് ലൈൻ അതാണ്. ഒരു ജോലി ഇല്ലല്ലോ, ജോലി എടുത്ത് ജീവിക്കുവാണെങ്കിൽ ഇവനൊന്നും വേറെ പണി ഉണ്ടാവില്ല. അവൻ ജോലി എടുത്ത് വീട്ടുകാരെ അതെ അതെ അവന്റെ വീട്ടിൽ എങ്ങനെയാന്നുള്ള ആദ്യം ചിന്തിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ ഒളിഞ്ഞു പോകുക. അതൊന്നും അറിയുന്നില്ല, പാവം. അത് ചിന്തിക്കുന്നേ ഇല്ല, പാവങ്ങളാണെന്ന് തോന്നുന്നു, ചിന്തിക്കുന്നില്ല. അതായത് ഈ ലാലേട്ടന്റെ കൂടെ ഒക്കെ പറയാം, ലാലേട്ടനൊക്കെ തന്നേക്കണ ഒരു സംസാര രീതി, പല കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ ഒന്ന് ഓർത്തു കൊടുക്കുകയാണ് ഈ രസകരമായ അനുഭവം ഏതായിരിക്കും? ആറാട്ടാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ലാലേട്ടന്റെ കൂടെ ചെയ്തൊരു ഫിലിം. ഭയങ്കര ഒരു ഇതല്ല, അതൊരു ആഗ്രഹം തന്നെയായിരുന്നു. മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആസ് ആൻ ഓഡിയൻസ് ഞാനും ഇങ്ങനെ സ്ക്രീനിൽ കണ്ടിട്ടുള്ളൂ. അന്നൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്.
ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല കൂടെ നിൽക്കാൻ പറ്റും, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും, കൂടെ അഭിനയിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് നടക്കുമ്പോൾ എന്തോ ഈ മഞ്ഞ് വീണ പോലെ മിത്ത് അങ്ങനെ ഒരു ഫീലിംഗാ. ആറാട്ട് നല്ല ലാലേട്ടനെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് നമ്മൾ കണ്ടതിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റേ നരസിംഹം ആ ഒരു മോഡിലൊക്കെ നമ്മൾ ആ ഒരു സ്റ്റൈലില് അത് ഭംഗിയിൽ കാണിച്ചൊരു ഫിലിമാണ് ആറാട്ട്. അപ്പോൾ അതില് കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റി. ആ സമയങ്ങളിൽ എങ്ങനെയാ പറയാ, നമ്മൾ കൊറോണ സമയത്താണ് ഷൂട്ട് ചെയ്തതൊക്കെ. ഞങ്ങളെല്ലാവരും സെയിം ഹോട്ടലായിരുന്നു, എല്ലാവരും ഒറ്റ ഹോട്ടലില്. അപ്പോൾ അങ്ങനെ ജിമ്മിൽ പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും ആഗ്രഹിക്കുക അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങളല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മൊമെന്റ്സ്. പിന്നെ എനിക്ക് തോന്നുന്നത് സംസാരം അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ കൂടുതൽ ലിസണറാണ്. ഐ എം എ വെരി ഗുഡ് ലിസണർ. ആദ്യം അത് ആ ഷോ എവിടെയാണ് നടന്നേ, അമ്മയുടെ ഷോ സ്റ്റേജിൽ ഞാൻ കയറി. ആദ്യം ആശ ചേച്ചിയുടെയോ ലക്ഷ്മി ചേച്ചിയുടെയോ പെർഫോമൻസ് കഴിഞ്ഞു. അപ്പോൾ അതിന് മുമ്പേ ഞാൻ അടുത്താണല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുക, ഞാൻ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ കഴിഞ്ഞു ഇറങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ പെർഫോമൻസിന് ശേഷം എന്തോ ലാലേട്ടൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ പെർഫോം ചെയ്തു. ഞാനപ്പോൾ ആദ്യം കണ്ടു. അപ്പോൾ ബാക്ക് സ്റ്റേജിൽ ഞാൻ ടേൺ ചെയ്ത് നിൽക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തിൽ. അപ്പോൾ ലാലേട്ടൻ അവിടെ വന്നിട്ട് സൈഡിൽ വന്നിട്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഹായ്, ഓക്കെ, താങ്ക് യു ലാലേട്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരും നല്ല ക്ലാപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു. ഒക്കെ പറയാൻ തോന്നൂലല്ലോ അല്ലേ, പക്ഷെ ഉള്ളതായിരുന്നു. അപ്പോൾ ലാലേട്ടനും ഈ പറഞ്ഞ പോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ലാലേട്ടൻ ഭയങ്കര ഗുഡ് കമൻസ് പറഞ്ഞു. ലൈക്ക് അടിപൊളിയാണ്, രക്ഷയില്ല, എനർജി ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു അതെനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ലാലേട്ടനെ ഇപ്പോൾ കണ്ടാലും എനിക്ക് ആ ഒരു ഇത് ഓർമ്മ വരിക. അത് അമ്മയുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര സ്റ്റാർട്ടിങ് ഒരു സമയമാണ്, അന്ന് മൂവി ചെയ്തിട്ടില്ലേ ഒരുമിച്ച് ഒന്നും. അപ്പോൾ അതന്ന് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ സ്റ്റാറിൻ്റെ അടുത്തുനിന്ന് ഹീ ഹിംസെൽഫ് ഇസ് ആൻ ഓൾറൗണ്ടർ, ഡാൻസിലായാലും പാട്ടിലായാലും എല്ലാത്തിലും. അപ്പോൾ അത് ആളുടെ നിന്ന് ഒരു കമൻറ്റ് ഇങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ, ബിക്കോസ് ആളെന്ന് പറയുന്ന എല്ലാം ഇങ്ങനെ പെർഫെക്ഷൻ ആക്കി ചെയ്യുന്ന ഒരാളാണ്. ആരുടെ വിരലുകൾ പോലും അഭിനയിക്കും എന്ന് പറയുന്ന ഒരാളുടെ നിന്ന് അങ്ങനെ ഒരു കമൻറ്റ് കിട്ടിയപ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ കുളിരായിരുന്നു, ആകെ ഐസായി പോയി. ഞാനിട്ട് താങ്ക് യു അനുഗ്രഹമൊക്കെ വാങ്ങി. അത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു, ആൻഡ് അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് വനിതയുടെ പെർഫോമൻസ് നടന്നപ്പോഴും ആദ്യം എന്റെയാണ് ഷൂട്ട് ചെയ്തത്. എന്റെ ആയിരുന്നില്ല ആദ്യം ഷൂട്ട് ചെയ്യണ്ടേ, പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ എന്തോ ചാർട്ടിൽ എന്തോ ചേഞ്ചസ് കാരണം ഹരിവരെയായിട്ട് എന്റെ ചെയ്തു. അപ്പൊ ലാലേട്ടൻ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് എന്നുള്ള രീതിയിൽ കേട്ടപ്പോൾ പോയി കുറച്ചും കൂടി ടെൻഷൻ. ഇതെന്താ ഞാൻ ബാക്ക് സ്റ്റേജിൽ നടക്കുന്ന അവര് ഫ്രണ്ടിലിരിക്കുന്ന അറിയുന്നില്ല എന്തായിരുന്നു. അപ്പൊ അഗെയിൻ ഞാൻ തൊട്ട് മുമ്പ് പോയിട്ട് പറഞ്ഞു, ലാലേട്ട വേറെ ആളുടെ ആയിരുന്നു പറഞ്ഞിരുന്നത്, എൻ്റെ പെട്ടെന്നാക്കി, അതിൻ്റെ ഒരു ഡിലേ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി. അപ്പം മോൾ ഇതാണോ കളിക്കുന്നത്, അവർ റിഹേഴ്സ് ചെയ്യുന്ന ഡാൻസർ വെച്ച് ചെയ്യുന്നതാണല്ലോ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ ലാലേട്ടനും ഉണ്ടായിരുന്നു കാണാനായിട്ട്, ഡാൻസ് കാണാനായിട്ട്. അപ്പൊ അതൊക്കെ ഒരു സന്തോഷം. അപ്പോഴും എനിക്ക് ആ മെമ്മറിയാണ് ഓർമ്മ വരുന്നത്. അന്ന് പറഞ്ഞ ലാലേട്ടൻ ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളൊരിത്. ഇത്ര അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്നും ഓർത്തു വെക്കാവുന്ന ചില സാധനങ്ങൾ ഇപ്പൊ പെട്ടെന്ന് ഓർത്തു വന്നത് അതാണല്ലോ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവുക. വേറെ എന്തുണ്ടായാലും ഇതേ നമുക്ക് ഏറ്റവും ആദ്യം നമ്മളുടെ അടുത്ത് ഒരു കാര്യം പറയുന്നത്, അത് എല്ലാം എന്തും ആദ്യത്തെ ഒരു ഇത് നടക്കുമ്പോ അതെപ്പോഴും ഒരു മെമ്മറി ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വരും. അമ്മയുടെ ഏത് ഷോ വന്നാലും മാളവിക ഉണ്ടല്ലോ. ഉണ്ടാവട്ടെ, ഉണ്ട്. ഇപ്പോൾ ഖത്തർ ഷോയ്ക്കാണ് മാളവിക എല്ലാ ഷോയിലുണ്ട്. മാളവിയുടെ ഡാൻസ് ഇഷ്ടപ്പെടുന്നു. അധികമായിട്ടില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് വന്ന എല്ലാ ഷോയിലും ഉണ്ട്. മാളവിക ആദ്യ ഷോയിൽ തുടങ്ങി പിന്നെ അമ്മ നടത്തിയ എല്ലാ ഷോയിലും ഉണ്ടല്ലോ. ഇപ്പോൾ ലാസ്റ്റ് വനിതാ അവാർഡിൽ വരെ വന്നല്ലോ, ഖത്തർ ഷോയിലേക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നടക്കാതെ പോയെന്നു. പക്ഷെ അങ്ങനെ എല്ലാ ഷോയിലും വന്നു. അത് മാളവിയുടെ ഡാൻസ് ഇഷ്ടപ്പെടുന്നു, അത് ഈ പറഞ്ഞ ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ മാറ്റി നിർത്താമല്ലോ, എത്രയോ പേർക്ക് അവസരം കിട്ടാതെ മാറിയിരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. മാളവികയ്ക്ക് ഭാഗ്യമുണ്ട്. ചില സമയങ്ങളിൽ എവിടെയൊക്കെ എന്തൊക്കെ റൈറ്റ് പ്ലേസിൽ വർക്ക്ഔട്ട് ആവണം ഇനിയും തോന്നുന്നു. അതെ, അതാണ് എനിക്കും തോന്നുന്നത്. ഈ പറഞ്ഞ സിനിമകൾ ഒത്തിരി സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. മാളവികയ്ക്ക് പല ആളുകൾ, മഞ്ജു വാര്യർ ചെയ്തു വെച്ച കഥാപാത്രം, അല്ലെങ്കിൽ ഉർവശി ചേച്ചി ചെയ്തു വെച്ചാൽ, അങ്ങനെ കുറേ കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഓടിയെത്തുവാണ് ഏതൊരു കഥാപാത്രമായിരിക്കും എനിക്കത് ചെയ്താൽ കൊള്ളാമായിരുന്നു, ഇനിയെങ്കിലും അത് കിട്ടുമോ എന്നുള്ള ഒരു തോന്നൽ ഏത് കഥാപാത്രമായിരിക്കും ഉണ്ടായിരിക്കുക? കഥാപാത്രമായിട്ട് കുറേ ഉണ്ട്, മൂവീസായിട്ട് കുറേ ഉണ്ട്. നമുക്ക് ഓരോ മൂവി കാണുമ്പോഴും
ആദ്യം നമുക്ക് ആ ക്യാരക്ടറിനോട് ഒരു ഇഷ്ടം വരികയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം തോന്നും. അതിപ്പോൾ ഇന്നത് ഒരെണ്ണമായിട്ട് പറയാൻ എനിക്ക് പാടാ. പക്ഷെ ഈ അടുത്ത് ഇറങ്ങിയ പല ഒരു ലേഡിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള രീതിയിൽ ആ ഒരു ക്യാരക്ടറിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടർ, പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണുമ്പോൾ യെസ്, എനിക്ക് ഇപ്പോൾ ലാക്ക് ചെയ്യുന്നത് അതാണ് എന്ന് എനിക്കറിയാം. അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഈ പറഞ്ഞ എല്ലാ നടിമാരും അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലെണ്ണാം, മേ ബി 5, 6, 7 ആൾക്കാരാണ്. അവര് പല ക്യാരക്ടേഴ്സ് ഇങ്ങനെ തിമിർത്ത് കാണിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ക്യാരക്ടേഴ്സ് റോൾസ് കുറവായിട്ട് പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ചുറ്റും. അപ്പം എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നുമില്ല. മേ ബി ഈ പറഞ്ഞ പോലെ ഓരോ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇൻപുട്ടും എല്ലാം കൊണ്ടും അവർക്ക് ആ ഒരു റോള് ചെയ്യാൻ പറ്റുന്നു. അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അവസരങ്ങൾ ചോദിക്കാറുണ്ടോ? സിനിമകൾ ഇറങ്ങുന്ന അവസരങ്ങൾ ചോദിക്കാറുണ്ടോ മാളവിക? ചോദിക്കാറില്ല, പക്ഷെ പഠിച്ചു വരുന്നു. ചോദിച്ചാലേ നമുക്ക്, അല്ലെങ്കിൽ കാരണം ഞാനിപ്പോ പറഞ്ഞ റീസൺ ആണ്, അത്രയും ആൾക്കാർ ചുറ്റുമുണ്ട്. ഇപ്പോഴും ഇന്നും വേറെ കുറെ പുതിയ ന്യൂ കമേഴ്സ് വന്നിട്ടുണ്ടാവും നമ്മൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന നേരത്തിൽ. അപ്പോ എന്നെ എപ്പോഴും ഓർക്കണം എന്നില്ല ആരും. അത് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ഒരു പക്ഷെ ചോദിച്ചു പോകുന്നത്. ഒരു മൂവി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ആ ഡയറക്ടർക്ക് ആ നിമിഷം എന്നെ ആലോചിക്കാൻ, ഞാൻ അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു നടിയല്ല, അല്ലെങ്കിൽ അത്ര അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു നടിയല്ല. അപ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ അവിടെ ചെയ്യേണ്ടത്. അത് ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നു. നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ചോദിക്കാറുണ്ട്. സിനിമ നമ്മൾ തേടി തന്നെ പോകണം, നമ്മൾ തേടി സിനിമ വരില്ല. അതെപ്പോഴും അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ശരിയാ മമ്മൂക്ക പറഞ്ഞത്. അതെ. ഏറ്റവും അടുത്ത സൗഹൃദം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും സിനിമയില്? അങ്ങനെ എനിക്ക് ആരും ഇല്ല. ഇല്ല, എല്ലാവരുമായിട്ട് ഹായ് ബൈ മിങ്കിൾ ചെയ്യും. ഷൂട്ടിന്റെ സമയത്തായാലും അല്ല എവിടെ കണ്ടാലും ഐ എം ഓക്കെ. എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല, എന്നാ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഇല്ല. എവറി ടൈം ഇറ്റ്സ് ഹായ് ബൈ. അങ്ങനെ വേണമെന്ന് തോന്നാറില്ലേ? വേണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യലോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നോർമലി ഇപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരു വൈബ് സെറ്റ് ആവേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോർമലി ആ ഒരാളും നമ്മളും നോർമലി അറ്റാച്ച്ഡ് ആവും, ഓക്കെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ. അവിടെ എന്തെങ്കിലും ക്രാക്ക് വരുമ്പോഴാണ് പിന്നെ എനിക്കത് പറ്റില്ല. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, എനിക്ക് തോന്നുന്നു മാളവിക, നമ്മളിപ്പം കുറേ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലൊക്കെ നമ്മളും ഞാനും വരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മാളവിക വന്നു കഴിയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ആവേശം ഞാൻ കാണാറുണ്ട്. നമ്മുടെ ലേഡീസ് ആണെങ്കിലും അതാ മാളവിക എത്തി സംസാരിക്കാൻ അങ്ങനെ ഒരു ആവേശം. അപ്പൊ മാളവികയോട് അവർക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്, ഒരു വാത്സല്യമുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞ അതർ ദാൻ ദാറ്റ് ഒരു പക്ഷെ ഞാൻ വളരെ കുറവാണ് ഗ്യാങ് ആയിട്ട് ഒരു ഔട്ടിങ് പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിലിമിന് പോയിട്ടുള്ളതോ കൂടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ബട്ട് അറ്റ് പ്രസന്റ് ഇപ്പൊ ഞാൻ എവിടെയാണ്, ഇപ്പൊ അമ്മയുടെ അസോസിയേഷനിൽ തന്നെയാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ കാണുകയാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് ഞാൻ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യും. പക്ഷെ ഒരു മടിയുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് മിണ്ടി, അത് പക്ഷെ പലർക്കും അതൊരു ജാട എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട് നല്ലപോലെ. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ ഒരു പുൾ ബാക്കാണ് പിന്നിലേക്ക്. എന്താണെന്നറിയില്ല, ഇനി അവരെന്ത് വിചാരിക്കും എന്നുള്ളതൊക്കെ ഞാൻ ആലോചിക്കുമ്പോഴാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. ഇപ്പൊ ലക്ഷ്മി ഗോപാൽ സ്വാമിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യുനോ സച്ച് എ സ്വീറ്റ് സോൾ. എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ലക്ഷ്മി ചേച്ചിയെ, അതുപോലെ ശ്വേത ചേച്ചി, ഒരുപാട് ഇപ്പം മഹിമ, അങ്ങനെ കുറച്ച് എടുത്തെടുത്ത് പറയാനുള്ള ആൾക്കാർ. പക്ഷെ എന്നാ ഇവരായിട്ട് ആരായിട്ടും അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു റീസൺ ഉണ്ടായിട്ടില്ല. കമോൺ നമുക്ക് ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞാൽ ഔട്ടിങ് പോവാം, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാണുമ്പോൾ നന്നായിട്ട് മിങ്കിൾ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ദ്രോഹം ഒന്നുമില്ല. അപ്പൊ ആ ഒരു രീതിയില് അങ്ങനെ ഒരു സംഭവം ഞാനിത് നേരിട്ട് കണ്ടേക്കണോണ്ട്. അതിപ്പോ എന്റെ ലൈഫിൽ നോക്കുകയാണെങ്കിലോ അതായിട്ടോ, ഇപ്പൊ ഫിലിം മാത്രമല്ല അല്ലാതെയും എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ള ഒരാളല്ല ഞാൻ, ഒട്ടുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ അത്രയും വിശ്വസിക്കുന്ന ഒരാളായിരിക്കും എൻ്റെ ഫ്രണ്ട്. അങ്ങനെയാണ്, അപ്പുറത്തേക്കില്ല. ഇല്ല.
എനിക്ക് ആവശ്യത്തിൽ പ്രശ്നങ്ങളില്ല, ഇനി അവരുടെയും കൂടെ എടുക്കുക ഒരു കൂട്ടുകൂടിയിട്ട്. അവർക്കും ഒരു തലവേദന കൊടുക്കേണ്ട കാര്യമില്ല. അല്ല, അവർക്ക് തലവേദന കൊടുക്കൂല ഞാൻ. അവർക്ക് ഒരു തലവേദന ഉണ്ടാവില്ല എന്നെ കൊണ്ട്. അവരുടെ തലവേദന നമ്മൾ എടുക്കണ്ട, ആ ഒരു ചിന്താഗതി കൊള്ളാം കേട്ടോ. ചിന്താഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അതോടൊപ്പം തന്നെ ഈ മാളവിക പല യാത്രകൾ ഇഷ്ടപ്പെടുന്നത്, ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്താണ് മാളവികയ്ക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ഹോബി? എന്താണ്? ഡാൻസ് ഇഷ്ടമാണ്, മൂവീസ് കാണാൻ നല്ല ഇഷ്ടമാണ്, പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ട്രാവൽ ഒറ്റയ്ക്കാണോ അതോ? ഇല്ല, ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടില്ല. ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടില്ല. എനിക്കും പോകണമെന്ന് അങ്ങനെ താല്പര്യമില്ല, പിന്നെ അതൊരു ശീലമായി വീട്ടിൽ നിന്ന് വിടാണ്ട്. ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടും. ഏറ്റവും അടുത്ത ഒരു സിനിമ മാറ്റി നിർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എന്ന് നേരത്തെ ഇല്ല എന്ന് പറയുന്നത്, നമുക്ക് ഒരാളുണ്ടാവും, എന്തും പറയാൻ ഒരാളുണ്ടാവും. അങ്ങനെ ഒരു സൗഹൃദം ഇപ്പോഴും കൊണ്ടു കിടക്കുന്നുണ്ടോ? അതെ, കയ്യിലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ. അവരോടായിരിക്കുമല്ലോ നമ്മൾ എന്ത് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വേണമല്ലോ. ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലിട്ട് കുറെ വിങ്ങലുകൾ അവരോട് പറയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമെന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റി വിശ്വസിക്കുന്ന 2-3 പേരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അവരാണ് നമുക്ക് ഇന്ന് ഹെൽപ്പ്. അതെ, നമുക്കൊരു റിലീഫ്, അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയുമ്പോൾ നമ്മളത് കൺസേൺഡ് ആണ്. അതിപ്പോൾ ബാക്കി എല്ലാവരുടെ അടുത്തും ഇല്ല എന്നല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. പക്ഷെ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് നമ്മളിൽ നിൽക്കുക, അത് സ്പ്രെഡ് ആവാതെ നോക്കുക, അല്ലെങ്കിൽ പാര ആ വക സംഭവങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. ഈ ബാക്ക് ബിച്ചിങ്ങും കാര്യങ്ങളൊന്നും, കാരണം ഞാൻ ചെയ്യുന്നില്ല, അപ്പം എൻ്റെ അടുത്തും ചെയ്യരുത്. അപ്പം പിന്നെ അങ്ങനെയുള്ള ഈ 2-3 ആൾക്കാരാണ് എൻ്റെ കൂടെ ഇപ്പോഴും ഉള്ളത്. ദുഃഖം വരുമ്പോൾ എന്താ ചെയ്യുക? അയ്യോ, ഞാൻ ഭയങ്കര കാമാവും, സൈലൻ്റ് ആവും. മറ്റുള്ളവരിലേക്ക് അധികം ഞാൻ കൊടുക്കാൻ നിൽക്കാറില്ല. അത് മാക്സിമം ഞാൻ സൈലൻ്റ് ആയിട്ട് എൻ്റെ റൂമിലിരിക്കും. അത് പോകുന്നവരാ, മൈ ടേക്ക് 2 days 3 days 4 days, ചിലപ്പോൾ ഒരാഴ്ച എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്ത് അത്യാവശ്യം സംസാരിച്ച് തുടങ്ങുള്ളൂ. അതുവരെ ഞാൻ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും ഈ കുട്ടിക്ക് എന്ത് പറ്റി, ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോൾ. അല്ല, അധികം മിണ്ടുന്ന ഒരാളല്ല, ബട്ട് അതിന് ഫേസിൽ അറിയും എന്തോ ഉണ്ടെന്ന്. പക്ഷേ തെറ്റിദ്ധരിച്ച് അഹങ്കാരി എന്നുള്ള പേരാണ് വരുന്നത്. അതാണ് എനിക്ക് പേര് ഒത്തിരി വീണിട്ടുണ്ടല്ലേ. കുട്ടി മിണ്ടാണ്ടിരിക്കുമ്പോൾ അഹങ്കാരാന്ന് വിചാരിക്കുന്നു. അതെന്താ അത് തെറ്റല്ലേ? അഹങ്കാരം വേറെ. ഞാൻ എന്നിട്ട് ചോദിക്കും, ഞാൻ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കാനാ? ഒന്ന് പറയൂ, എന്തിനാ അഹങ്കരിക്കണേ ഒന്ന് പറയൂ. അല്ല, നമ്മളെന്താ പോയി കടന്നു പോകുന്നേന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അവരെന്ത് കടന്നു പോകണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെന്നില്ല. പലതും പറയാണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ എല്ലാവരുടെ അടുത്ത് പറയാം, ജസ്റ്റ് ബി കൈൻഡ്. അല്ല, ഞാനിപ്പോഴും വന്നിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. അതൊരു അഹങ്കാരമായിട്ട് ചിലപ്പം കണ്ടിട്ട് മിണ്ടാതെ പോകേണ്ട അവസ്ഥ വരും. അത് അഹങ്കാരമായിട്ട് കാണുമല്ല, അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലേ എൻ്റെ ഒരു വിഷയവും മാളവിയുടെ ഒരു വിഷയം. നമ്മൾ അന്യോന്യം മനസ്സിലാക്കി പോവാം. ആ മനസ്സിലാക്കാനുള്ള ഒരു മൊമെന്റ് ഇപ്പൊ ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതാണ്. ക്ഷമയില്ല ആളുകൾക്ക്. ഇപ്പൊ എന്നും കണ്ടിട്ട് ഹായ് ഹലോ പറഞ്ഞിട്ട് പോക്ക് നടക്കില്ല, ആർക്കും നടക്കില്ല, സ്വാഭാവികമാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മനസ്സിലുണ്ടാവുക അല്ലേ? ഈ ഒറ്റയ്ക്കുള്ള യാത്ര ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര അല്ലേ? സിനിമ എന്നത് സ്വപ്നമാണ്. സ്വപ്നം കണ്ടുവന്ന മാളവിക ഇവിടം വരെ എത്തി. അതിന് എപ്പോഴും നന്ദി പറയാൻ ഈശ്വരൻ്റെ അടുത്തായിരിക്കാം. പക്ഷേ എങ്കിലും നമ്മളെ കൈ പിടിച്ച് ഉയർത്തിയ ഒരാളുണ്ടാവുമല്ലോ സിനിമയിൽ. വന്നു കഴിഞ്ഞപ്പോൾ മാളവിക കൊണ്ടുവന്ന് എന്ന് പറയാൻ ഒരാളുണ്ടാവുമോ? ഇപ്പം ഞാൻ ഫിലിം ചെയ്യുന്നതിന് മുമ്പ് ഒരു ദേവിയുടെ ഒരു അമ്പലത്തിന് വേണ്ടി ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അമ്പലത്തിന് വേണ്ടി ഞാനൊരു ആൽബം ഫോട്ടോസ് മാത്രമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊരു നിയോഗമായിരിക്കാം. CD കവറിനൊക്കെ ചെയ്തത് അത് ഇറ്റ്സ് സ്റ്റിൽ ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, ഒരു ക്യാമ്പസ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ട്. അതെൻ്റെ നാട്ടിലുള്ള ഷിഹാബ് ഇക്ക, സജാദ് ഇക്ക എന്ന് പറഞ്ഞിട്ട് 2 പേര് ചെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞാൻ തന്നെ ഇതിനെ ചെയ്യണമെന്ന്. ഞാനപ്പോൾ വീട്ടിൽ ചോദിക്കും, ഇവരെന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ അത്രയും ഇൻസിസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ആ ഒരു ഷോർട്ട് ഫിലിം അന്ന് അവിടെ ചെയ്തത്. അപ്പൊ അവരോടൊക്കെ പേര് ഓർത്തെടുക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണല്ലോ മാളവികയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ മൂവിയിൽ തുടങ്ങിയത് സിദ്ധാർത്ഥ് ഭരതന്റെ മൂവിയിലാണ്. അതും ഞങ്ങൾ FBയിലെ ഫ്രണ്ട്സ് അതിൻ്റെ ഒരു പേരിൽ, എനിക്കറിയില്ല അന്ന് തുടങ്ങിയിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് ഇത്രയും മൂവീസ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
അപ്പോൾ സിദ്ധാർത്ഥേട്ടൻ, പിന്നെ മോഹൻ സാർ, ദീപൻ ചേട്ടൻ, ഞാൻ ചെയ്തല്ല ഇന്നിവിടെ നിൽക്കുന്ന ഇപ്പൊ നാദൃശിക്ക് ഉൾപ്പെടെ. അതെ, ഇവർക്ക് ഒരു തോട്ട് വരുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ മാളവിക ഇതിൽ വെക്കാം, ശരി, അവർക്ക് ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അല്ലാതെ 100 ആൾക്കാർ സജസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഫോട്ടോ കണ്ടു, അവർക്ക് മൈൻഡിൽ തോന്നണ്ടേ ആർക്കായാലും. അപ്പൊ അതിന് ഞാൻ എന്നും നന്ദി പറയുന്നു. വേണ്ട എന്ന് തോന്നിയിട്ട് എന്തെങ്കിലും എനിക്ക് വേണ്ട ഇത് എന്ന് തോന്നിയ സംഭവം പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്, ഓ അത് ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല, ഇങ്ങനെ പറയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ മിസ് ചെയ്യുക. മൊമെന്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ പറയായിരുന്നു അല്ലേ എന്ന് തോന്നും. പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രം എനിക്കില്ല. പറയാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് പറയായിരുന്നു എന്ന് പറയണമായിരുന്നു. മുഖത്തടിച്ച് പറഞ്ഞ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? മാളവിയുടെ അടുത്ത് പറയണം, മാളവിയുടെ അടുത്ത് പല രീതിക്കും നമ്മൾ നേരിട്ട് ഇൻസൾട്ട് ചെയ്യണം. മാളവിക മുഖത്ത് നോക്കി, നീ അത് ചെയ്തത് തെറ്റാണ്, നീ അങ്ങനെ പറയരുത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? നേർക്ക് നേർ ഇല്ല. എന്തൊരു പാവം അപ്പൊ മാളവിക. ഞാൻ പറയില്ല, അതുകൊണ്ടാണ്. അതിനു മുമ്പ് ഫാമിലിയിലുള്ളവർ റിയാക്ട് ചെയ്യും. അത്രത്തോളം കണ്ടു നിൽക്കുകയാണ് മോളെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്യും. അതത്ര എത്തില്ല. അതുകൊണ്ട് ഞാൻ പറയും നിങ്ങൾ ആരും മിണ്ടരുത് എന്ന് പറയും. എൻ്റെ അങ്ങനെ ഒന്നും, പക്ഷെ ആ ഫീലിംഗ് ഉള്ളിലിട്ട് പുറത്തേക്ക് വരില്ല എന്ന് മാത്രം. അവരെ പിന്നെ കാണുമ്പോഴോ ഇപ്പൊ ഞാൻ മാളവിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, മാളവി പറയാ ഉള്ളിൽ ഫീൽ ഉണ്ട്, വീണ്ടും എന്നെ കാണുവാണ്. എനിക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടില്ല, ഇനി അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. വീണ്ടും കാണുമ്പോൾ ആ ഫീൽ എന്നെ മനസ്സിലുണ്ടാവൂലേ? തീർച്ചയായിട്ടും. നമുക്ക് ആദ്യം അതല്ലേ. എങ്ങനെ ചിരിക്കും അയാളുടെ അടുത്ത് നോക്കി? ഭയങ്കര കഷ്ടമുള്ള ഒരു കാര്യമാണ്. അവിടെ വല്ലാത്ത അഭിനയായിരിക്കില്ലേ ചിരിക്കാന്ന് പറയും. ഒന്നല്ലെങ്കിൽ നമുക്ക് അത്രയും ആക്സെപ്റ്റ് ചെയ്താൽ അത് നമ്മുടെ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചിരി. പക്ഷെ ഡിപ്പെൻസ് ഓൺ വാട്ട് ഹാസ് ഹാപ്പൻ ടു അസ്, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും നമ്മളുടെ ചിരിയും. കാരണം നമുക്ക് എളുപ്പത്തിൽ അത് ശരി പോട്ടെ എന്നുള്ള രീതിയിൽ മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു കാര്യം. ആ ഒരു ഹെവിനെസ് നമ്മൾ കൊണ്ടു നടക്കണ്ട എങ്കിൽ അത് അവിടെ ഒഴിവാക്കാം. അല്ല അത്രയും ഭീകരമായൊരു സംഭവമാണ് നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും മേബി സംസാരിച്ച് സോൾവ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ പറയും, എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ ഞാൻ അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ ഞാൻ അങ്ങനെ ആ ഒരാളെ കാണുമ്പോൾ ഞാൻ പറയും, ഉഫ് ഇത് ആ സിറ്റുവേഷൻ ഉണ്ടായതല്ലേ എന്ന് ഞാൻ പറയണമെങ്കിൽ അവർ പറയുക അഡ്വൈസ് ചെയ്യുക, സാറില്ല അതങ്ങനെ ആലോചിക്കണ്ട, ഇതൊക്കെ സാധാരണ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. എനിക്കത് ഫേസിൽ വരും. അതാണ് എൻ്റെ പ്രശ്നം. ഒന്നല്ലെങ്കിൽ ഞാൻ മാറി നടക്കുക, ഞാൻ ഒന്നും ചെയ്യാൻ പോകില്ല, ഒരാളെ ഒന്നും ചെയ്യൂല ഒന്നും പറയില്ല, എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ഒന്നല്ലെങ്കിൽ മാക്സിമം അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പറയും. പക്ഷേ ഒന്നുമില്ലാതെ ഇവിടം വരെ എത്തിയ മാളവിക ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യണം. മാളവിക ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഒത്തിരിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇൻസ്റ്റ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഇത്രയോ പേര് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നുണ്ട്. അത് മാളവികയായിട്ട് ഉണ്ടാക്കിയെടുത്ത, മറ്റാരും ഉണ്ടാക്കി തന്നതല്ല അല്ലേ, സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. അതുകൊണ്ടാണ് സിനിമകൾ തേടി വരുന്നത്. ഇപ്പം നാദിർഷക്കാട് സിനിമയിൽ എത്തിയത് അതുകൊണ്ട് തന്നെയാണ് അല്ലേ. ഒരു ബന്ധങ്ങളിലപ്പുറം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ വിളിക്കുന്നത്. അതെ, മോറോവർ എനിക്കെല്ലാം കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണല്ലോ. അല്ലാതെ ആ ഒരു പടത്തിലെ റെഫറൻസ് കണ്ടിട്ട് ആ കുട്ടിയെ വിളിക്കലായിരിക്കില്ല ഉണ്ടാവുക. മേ ബി എന്നെ അറിഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് ഒരു ക്യാരക്ടർ കൊടുക്കാൻ തോന്നി വിളിക്കുന്നു, അങ്ങനെയും അതായിരിക്കും കൂടുതൽ. ഈ ഉദ്ഘാടനത്തിനൊക്കെ ഇപ്പം ആരെയാണ് ബന്ധപ്പെടേണ്ടത്? പ്രഷർ എൻ്റെ അടുത്തൊരു ചോദിച്ചിട്ടുണ്ട്, മാളവിയുടെ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുന്ന ആരെയാണ്? മാളവിയെ തന്നെ വിളിച്ചാൽ മതിയോ? എന്റെ ഫാമിലി തന്നെയാണ് നോക്കുന്നത്, അച്ഛനെയോ അമ്മയോ ആണ് കോളുകൾ വരാറുള്ളത്. ഞാനിപ്പോ ചോദിച്ചു വെച്ചാൽ ഇനി ആളുകൾ എന്നെ വിളിക്കുമ്പോൾ ഒരേ അച്ഛനെ അമ്മയെ വിളിക്കേണ്ടതെന്ന് എനിക്ക് പറയണ്ടല്ലോ, അത് ഈ പ്രഷറായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്താ. അതെ, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് അതെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം. എല്ലാ വർക്കും സിനിമയാണെങ്കിലും അല്ലേ. എനിക്ക് എന്റെ നമ്പർ കയ്യിലുള്ളവർ എന്നെ വിളിക്കും. പക്ഷെ മാളവികയ്ക്ക് ഒത്തിരി ഫോൺ നമ്പർ ഉണ്ട്, ഇടയ്ക്ക് മാറുന്നു എന്നൊക്കെ ഒരു കംപ്ലൈന്റ് ഒക്കെ വരാറുണ്ട്. അയ്യോ ഒരിക്കലില്ല, ഞാൻ കാലങ്ങളായിട്ട് ഒരൊറ്റ നമ്പർ തന്നെയാണ്. വാട്സാപ്പാണ് കൂടുതൽ നോക്കുള്ളൂ അല്ലേ, ഫോൺ എടുക്കൽ കുറവാന്ന് തോന്നുന്നു. അതായിരിക്കും അല്ലേ. ഞാൻ ഇടയ്ക്ക് വർക്കുകളിലോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഷൂട്ടിന്റെ ഇടയിലാണെങ്കിൽ എപ്പോഴും ഞാൻ എടുത്ത് അറ്റൻഡ് ചെയ്യൽ കുറവാണ്. വാട്സാപ്പ് നോക്കിയിട്ട് നമ്മൾ മറുപടി കൊടുക്കും അല്ലേ, നമുക്ക് വേണ്ടതാണെങ്കിൽ നമ്മൾ. കാരണം നമുക്ക് കുറേ ഫേക്ക് കോൾസ് വരാറുണ്ട് ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ലീക്ക്. ഞാൻ ചോദിച്ചു ഇതിപ്പോൾ പെട്ടെന്ന് ലീക്കായോ എന്നുള്ള രീതിയിൽ ഫേക്ക് കോൾസ് വരും. ചിലർ വർക്ക് അതാണ് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. ഇപ്പം ഇൻസ്റ്റയിലായാലും
ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ പറയും. നമ്മൾ ഒബ്വിയസ്ലി ഓക്കെ വർക്കാണ്, പക്ഷെ അവരുടെ അജണ്ട വേറെ എന്തെങ്കിലും, ജസ്റ്റ് ഒന്ന് കണ്ട് ഫോട്ടോ എടുക്കാൻ നൽകി എന്നാൽ അത് പറഞ്ഞാൽ മതി. എപ്പോഴെങ്കിലും നമ്മൾ ആ ഒരു അവരുടെ ലൊക്കേഷനിൽ എപ്പോഴെങ്കിലും വരിക, ആ ഒരു പരിപാടി ഇപ്പോൾ ആലപ്പുഴ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ വരുമ്പോൾ അവർക്ക് വരാം, കാണാം, ഫോട്ടോ എടുക്കാം, ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ റൂട്ട് പിടിക്കും. അപ്പൊ നമ്മള് ഓക്കെ അവിടെ ഒരു സംസാരിക്കാനുള്ള അവര് പറയാ നമുക്ക് മീറ്റ് ചെയ്ത് സംസാരിക്കാം ഇതിനെപ്പറ്റി. നമ്മള് മെയിൻലി കാണുന്നത് ഓക്കെ ഇറ്റ്സ് എ വർക്ക് എന്നുള്ളതാണല്ലോ. ഇതുവരെ ഇങ്ങനെ ഫേക്ക് കോൾസ് വരുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം നമുക്ക് അതൊരു ഇപ്പൊ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചാ കണ്ടുപിടിക്കണേ. ആദ്യം നമ്മൾ ഇത് ഫേക്ക് ആണോ, ജെനുവിൻ ആയിട്ടുള്ള കോൾസ് വരെ നമുക്കിപ്പോൾ മനസ്സിലാവാത്ത അവസ്ഥയാവും. അത്രയും ഉണ്ട് ഫേക്ക്, അതാണ് പ്രശ്നം. അപ്പോൾ അവരങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും നേരിട്ട് വിളിക്കാം, കാര്യങ്ങൾ. അതെ, ഒരു ജെനുവിൻ കോൾ ആണെങ്കിൽ നേരിട്ട് എത്രയോ അങ്ങനെ കോൾസ് ഉണ്ട്. നല്ലൊരു വർക്ക് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അച്ഛനെ വിളിക്കും, അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ എന്നെ വിളിക്കും, ചെയ്യും, വർക്ക് നടക്കും. അങ്ങനെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്താണ്? കാഷ്വൽ വെയർ. ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ കൂടുതൽ സാരിയാണ് ഉപയോഗിക്കുന്നത്. സാരീസ്. ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ കോസ്റ്റ്യൂം ഇന്നത് വേണമെന്ന് പറയാറുണ്ടോ? ചിലർക്ക് ഇപ്പോൾ കേരളമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സെറ്റ് സാരി വേണം, അല്ലെങ്കിൽ സാരി കൊടുത്താൽ മതി, പാർട്ടി വെയർ പോലെ എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് അവർ പറയും. ചിലപ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റിലായിരിക്കും കൊടുക്കുക, ചിലപ്പോൾ മറ്റേ എന്താണ് സ്കേർട്ട് ആൻഡ് ടോപ്പ് പോലത്തെ അങ്ങനത്തെ ആയിരിക്കും. അങ്ങനെ. ഡാൻസ് മസ്റ്റാണ് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ? ചിലർ പറയും മാം ഒരു 2 സ്റ്റെപ്സ്, ചിലർ പറയാറുണ്ട്, ചിലർ പിന്നെ അതിപ്പോൾ നമുക്കൊരു റൊട്ടീൻ മനസ്സിലായി കഴിഞ്ഞു, അവിടെ ഒരു സ്റ്റേജ് ഉണ്ടാവും, ചിലപ്പോൾ ചിലയിടത്ത് ഉണ്ടാവില്ല, ചിലപ്പോൾ ജസ്റ്റ് പറയാനായിരിക്കും. ഇതെല്ലാം ഉണ്ട്, പറയും ചിലർ. ഏറ്റവും ഓർത്തിരിക്കുന്ന ഉദ്ഘാടന ഫംഗ്ഷൻ ഏതായിരിക്കും? ഏറ്റവും നമ്മൾ പോയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് വന്നൊരു ഉദ്ഘാടന ഫംഗ്ഷൻ ഏതായിരിക്കും? എല്ലാം നല്ല അടിപൊളിയായിട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കട്ട് ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം വരുന്ന റിവ്യൂ ആയിരിക്കും കുറച്ചും കൂടെ പേഴ്സണലായിട്ട് തോന്നാറുള്ളത്. ഇപ്പോൾ ചെയ്ത ആൾക്കാരുടെ അടുത്ത് തന്നെ ഒരു പക്ഷേ അവർ പറയും, വിളിച്ച ആളുടെ അടുത്ത് നമുക്ക് മാളവികയിൽ തന്നെ മതി, അടുത്ത 2 ബ്രാഞ്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ദാറ്റ് മീൻസ് പറഞ്ഞിട്ടുണ്ട് യെസ്. ഇപ്പോൾ പറഞ്ഞ ആൾക്കാരിൽ ഒരെണ്ണം സലൂൺ ഒരെണ്ണം ഇനോഗ്രേറ്റ് ചെയ്തിരുന്നത്, അവർക്ക് പറയാറുണ്ട് അവർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, ഞങ്ങൾ എന്നെ അവിടെ അടുത്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിലും മാളവിക തന്നെ സജസ്റ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് ആൾക്കാർ പറയുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ കേൾക്കാൻ. നമ്മൾ ഓപ്പൺ ചെയ്തൊരു ഷോറൂം നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. അങ്ങനെ എപ്പോഴും സന്തോഷവതിയായിട്ടിരിക്കുക, നല്ല നല്ല സിനിമകൾ ചെയ്യുക. 31-ാം തീയതി ഈ സിനിമ ഇറങ്ങിയിട്ട് വേണം അടുത്ത സിനിമയിലേക്ക് പോകാൻ. ഈ കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന കഥാപാത്രമാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വീട്ടിലുണ്ടാവുന്ന എല്ലാ കാര്യത്തിലും കൂട്ടിവെക്കുന്ന അനിയനുമായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണല്ലോ. അപ്പോൾ ഇനി ഒത്തിരി സിനിമ ചെയ്യുക. താങ്ക് യു. തടസ്സങ്ങളൊന്നും നമുക്ക് തടസ്സമല്ല. നമ്മൾ നേരിട്ട് യാത്ര ചെയ്താൽ നേരിട്ട് തന്നെ പോകാം. നേരായ വഴിയുള്ള യാത്രയാണെങ്കിൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ വളഞ്ഞ വഴിക്ക് പോകാറില്ല. അത് ഫേക്ക് ഐഡിയിൽ നിന്നും കമന്റ് ഇടുന്നവർ ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പോഴും നമ്മുടെ വിഷ്വലും വീഡിയോയും കാണുന്നുണ്ടെന്നൊരു സന്തോഷം നമുക്കുണ്ടാവും. അല്ലേ? ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.